ലോകം ഈ മനുഷ്യനെ ചിന്തകനെന്നും വിപ്ലവകാരിയെന്നും വിളിച്ചു. ക്രൂരനെന്നും ഏകാധിപതിയെന്നും വിളിച്ചു. മാവോ സേ തൂങ്. അനന്യമായ ഒരു സംസ്കാരം നിലനിന്ന ചൈന നൂറ്റാണ്ടുകളോളം ജപ്പാൻ ഉൾപ്പെടെയുള്ള വിദേശീയരുടെ അധീനതയിൽ അവഹേളനവും ദുരിതവും അനുഭവിച്ച രാജ്യം. ആ ദുരവസ്ഥയിൽ നിന്നും മാവോ സേ തൂങ് വിപ്ലവ ധീരതയോടെ ആധുനിക ചൈനയെ പടുത്തുയർത്തി. ആ വിസ്തൃത രാജ്യത്തിന്റെ സ്പന്ദനമായി മാറി മാവോ. പക്ഷേ കാലം കടന്നുപോയപ്പോൾ മാവോയുടെ ഉള്ളിൽ ഒരേകാധിപതി പണം വിടർത്തി. അതിന്റെ ദുരന്തം ചൈനയുടെ സാംസ്കാരിക മണ്ഡലം ഏറ്റുവാങ്ങി. വിപ്ലവകാരിയും ഏകാധിപതിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിന്നു. മാവോയുടെ ജീവിതത്തിലുടനീളം മാവോ ഹിസ് സ്റ്റോറി ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9 മണിക്ക്.